بسم الله الرحمن الرحيم. നബിയിൽ ചോദിക്കുന്നു, അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനാൽ ഇസ്ലാമിലെ ദൈവം മുഹമ്മദാണ്. കേരളത്തിലെ നാസ്തിക നേതാവിൻ്റെ പ്രസ്താവനയാണിത്. എന്താണ് പ്രതികരണം? എന്ത് പ്രതികരിക്കാനാണ്? യഥാർത്ഥത്തിൽ നാസ്തികത എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാതെ പറയലാണോ എന്ന് തോന്നിപ്പോകും ഇത്ര വർത്തമാനം കേൾക്കുമ്പോൾ. നാസ്തികതയുടെ 4 അന്താരാഷ്ട്ര കുതിരക്കാരിലൊരാൾ, ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന വ്യക്തിത്വം. അദ്ദേഹം ഇസ്ലാമിനെ, ഖുർആനിനെ വിമർശിച്ച് സംസാരിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ അദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാമിനെ വിമർശിക്കാൻ ഖുർആൻ വായിക്കേണ്ടതില്ല, നാസികളെ വിമർശിക്കാൻ മേങ്കാഫ് വായിക്കേണ്ടതില്ലാത്തതുപോലെ. നാസികളുടെ ചെയ്തികളെ വിമർശിക്കാൻ മേങ്കാഫ് വായിക്കേണ്ടതില്ല, പക്ഷേ നാസിസത്തെ വിമർശിക്കണമെങ്കിൽ മേങ്കാഫ് വായിക്കണം. അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ചെയ്തികൾ വിമർശിക്കാം, പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ, ഖുർആനിനെ വിമർശിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ചര്യകളുമാണ് വായിക്കേണ്ടത്. ഇതൊന്നും വായിക്കാതെ ആരോ പറയുന്നത് കേട്ട് വിമർശിക്കുക, ഇതൊന്നും സത്യസന്ധമായ ഒരു രീതിയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം വളരെ ബാലിശമായ വർത്തമാനമാണ്. ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമർശനം. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഖുർആനിലെ വചനം അള്ളാഹുവും മലക്കുകളും പ്രവാചകനുമേൽ സ്വലാത്ത് ചൊരിയുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങളെ, മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനുമേൽ സ്വലാത്ത് ചൊരിയുക. ഇവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞ പദത്തിന് അറബി ഭാഷയിൽ അനുഗ്രഹിക്കുക എന്നർത്ഥമുണ്ട്, അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുക എന്നും അർത്ഥമുണ്ട്. ഭാഷ മനസ്സിലാക്കിയാൽ ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അറബി അറിയാവുന്നവർ കൂടെ ഉണ്ടല്ലോ, ഒന്ന് ചോദിക്കാമല്ലോ. സ്വലാത്ത് എന്നുള്ള പദത്തിന് അനുഗ്രഹിക്കുക എന്നർത്ഥമുണ്ട്. അള്ളാഹു മുഹമ്മദ് നബിക്ക് മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, മലക്കുകൾ മുഹമ്മദ് നബിക്ക് വേണ്ടി അനുഗ്രഹത്തിന് ആവശ്യപ്പെടുന്നു, അതുകൊണ്ട് മുഅ്മിനുകളെ നിങ്ങളും മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയാൽ, നോക്കിയാൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എന്താണ്, മുഹമ്മദ് നബിയുടെ സ്ഥാനം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. പരിശുദ്ധ ഖുർആനിൽ നിരന്തരമായി കാണുന്ന കാര്യമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ എന്ന്. മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു വചനം പോലും ഖുർആനിൽ കാണാൻ കഴിയില്ല. ഖുർആനിൽ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു എന്ന പദം തന്നെ 2698 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന ശബ്ദം ഖുർആനിൽ 4 തവണയാണുള്ളത്. ഒരു തവണ അഹമ്മദ് എന്ന് മുഹമ്മദ് നബിയുടെ പേരിലുണ്ട്. അവിടെ ഈ 2698 വചനങ്ങളിലും അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയോ, അല്ലെങ്കിൽ അള്ളാഹുവിനോ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയോ, അതുമല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മരണാനന്തര ജീവിതത്തിലെ ചെയ്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എല്ലാമാണ് വരുന്നത്. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ഇന്നനി അനല്ലാ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഖുർആൻ 20-ാമത്തെ അധ്യായം സൂറത്ത് ത്വാഹയിലെ 4-ാമത്തെ വചനം. പടച്ചവൻ തന്നെ, അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ സംസാരിക്കുന്നു. ഞാനാകുന്നു തീർച്ചയായും അള്ളാഹു, ഞാനല്ലാതെ മറ്റ് ആരാധനക്കർഹനായി ആരുമില്ല.
അതുകൊണ്ട് എന്നെ ആരാധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കണമെന്നോ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കണമെന്നോ ഉള്ളൊരു വചനം പോലും ഇല്ല. അള്ളാഹു മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുന്നു എന്നോ അങ്ങനൊരു വചനം ഖുർആനിലില്ല. അങ്ങനെ മുസ്ലിങ്ങളാരും വിശ്വസിക്കുന്നുമില്ല. ഈ വചനം തന്നെ കാണിക്കുന്നത് എന്താ? മുഹമ്മദ് നബി ആരാധ്യനല്ല എന്നാണ്. ഏത് ദിവ്യപുരുഷനാണെങ്കിലും അവർ ആര് തന്നെയാണെങ്കിലും അവർ വ്യക്തിപരമായി സ്വന്തം താല്പര്യമനുസരിച്ച് തങ്ങൾ ആത്മീയ ഔന്നത്യത്തെക്കുറിച്ച് പറഞ്ഞവരാണെങ്കിൽ അവർ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നാലാമതായും എന്നെ ആരാധിക്കരുതേ എന്ന്, എൻ്റെ പ്രതിഷ്ഠയുണ്ടാക്കരുതേ എന്ന്, എൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇസ്ലാം പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ഇതെല്ലാമാണ്. ഒരു കാരണവശാലും എന്നെ ആരാധിച്ചുകൂടാ, ഒരവസ്ഥയിലും എന്നോട് പ്രാർത്ഥിച്ചുകൂടാ, എൻ്റെ രൂപമുണ്ടാക്കിക്കൂടാ, എൻ്റെ പ്രതിഷ്ഠകൾ ഉണ്ടാക്കിക്കൂടാ. സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ. ഇത് പറഞ്ഞ മുഹമ്മദ് നബി അള്ളാഹു ആരാധിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിലെ ദൈവം മുഹമ്മദാണ് എന്ന് പറയണമെങ്കിൽ ചെറിയ വിവരക്കേടൊന്നും ഉണ്ടായാൽ പോരാ. അത്തരം ആളുകൾ ശാസ്ത്രവും തത്വശാസ്ത്രവും പറയുമ്പോൾ അതെല്ലാം അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് വളച്ച് മിനുക്കിയിട്ടല്ല എന്നെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഇത്തരം ആളുകൾ പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ ആളുകളായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. പരിശുദ്ധ ഖുർആൻ പച്ചയായി പറയുന്ന ഒരു സംഗതിയെ സ്വന്തം താല്പര്യമനുസരിച്ച് തെറ്റിദ്ധാരണാജനകമായി വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന ആളുകൾ സയൻസിനെ, തത്വശാസ്ത്രത്തെ, ചരിത്രത്തെ എല്ലാം തന്നെ സ്വന്തം താല്പര്യമനുസരിച്ച് വളച്ചൊടിച്ച് വികൃതമാക്കി അല്ല അവതരിപ്പിക്കുക എന്നെങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കുക എല്ലാവരും. പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്നതിനെതിരല്ല നമ്മൾ, വസ്തുനിഷ്ഠമായി വിമർശിക്കാം. പക്ഷേ ഇല്ലാത്തത് ഖുർആൻ്റെ പേരിൽ ആരോപിച്ച് ഖുർആനെ വിമർശിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്.